ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഗൈസ്, ടുഡേ ഈസ് മൈ ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ നിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. പക്ഷെ ഇവിടെ പണിമുടക്കാണ്, ഒരു കട ഒന്നും തുറക്കൂല. അപ്പം നമ്മൾ ഇന്നലെ തന്നെ കേക്ക് കട്ടിങ്ങും പിന്നെ ഒരു വലിയൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു ഗൈസ്. ഞാനാകെ വണ്ടറായിപ്പോയി. അപ്പോൾ ആ വീഡിയോസൊക്കെ നമുക്ക് കാണാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ പോവാണ് എൻ്റെ ബർത്ത്ഡേക്ക് ഫോട്ടോ എടുക്കാൻ. ബൈ ബൈ ക്യാമറമാൻ. അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ കാണാം. നാളെ മോൾട്ടിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ പ്രാങ്ക് അതിന് നിന്നോട് ചോദിക്കുന്നത്. ഇപ്പം കൂടി ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട് പ്രാങ്ക് ചെയ്യാന്നുള്ളത്. അപ്പൊ നമുക്ക് കാണാം. പ്രാങ്ക് എന്താണ് എന്താണ് കാര്യം? എന്താ രസമുണ്ട് ഇതിന്റെ വീഡിയോയിലൊക്കെ നല്ല രസമുണ്ട്. ഒരു മഴ ഇല്ലാന്ന് ചാടി കളിക്കുഞ്ഞ കളിച്ച ഇങ്ങനെ നിന്നാ മാറ്റണ്ട. പെണ്ണ് കാണൽ വാപ്പ കാണലാണ്. പെണ്ണ് കാണലിന് അവരെ പറ്റിക്കാനുള്ള ഡ്രസ് ഇട്ടേക്കോ. മോൾട്ടെ, നീ വരുന്ന ചെക്കനോട് ഫസ്റ്റ് എന്താ പറയാൻ പോണ്? ഈ കോലത്തിലാണ് ഡ്രസ് ഇട്ട് പോകാൻ നിൽക്കണേ. അതെന്തേ ഈ പെണ്ണുകാണലിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? വളരെ നല്ലൊരു ഇതാണത്. എന്നിട്ടിപ്പോ ഈ ഡ്രസ്സ് നീ അയച്ചിടൂല? ഒരാള് പെണ്ണ് കാണാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോ ഇട്ടേക്കുന്ന ഡ്രസ്സാണ്. വെയ്യാത്ത കുട്ടിയെ വിചാരിച്ചു ഞാൻ. പെണ്ണ് കാണലിന് എന്റെ ഉമ്മ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അതാ മെയിൻ ആളവിടെ. പെണ്ണ് കാണാൻ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ വ്ളോഗ് ചെരിച്ചെടുക്കാൻ. ഡ്രസ്സ് അയച്ചിടൂല തന്നെ ഒരാള്, ഇറങ്ങി വരൂല എന്നൊരാള്, ഇറങ്ങി വാ കൊച്ചേന്നൊരാള്, ഇറങ്ങി വരൂല എന്നൊരാള്. എന്താണ് അവളെന്താ ചെയ്യണ്ടേ? ഡ്രസ്സ് മാറ്റിടാ? മോട്ടി ഡ്രസ്സ് മാറ്റിടോ? എടി ഒന്ന് പറയടി ഡ്രസ്സ് മാറ്റിടാന്. മോളെ ഇറങ്ങി വരൂ. വരൂല, ഇറങ്ങി വരൂ. ഒരാള് പെണ്ണ് കാണാൻ വേണ്ടിട്ട് ഇട്ട ഡ്രസ്സാണത്. ആ ഡ്രസ്സ് ഊരിട്ട് വാ. രണ്ടുപേരും ഇതോടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എടി നാളെ അവര് വന്നവര് തിരിച്ചു പോട്ടാ. ആ പിന്നെ ആ ഏനല്ലേന്ന്
ആത്മാർത്ഥ സുഹൃത്ത് അതാ ഭയങ്കര മോട്ടിവേഷൻ കൊടുക്കുന്നു. ഉമ്മച്ചിക്ക് എന്താ ഇതിനെ പറ്റി പറയാനുള്ളത്? ഓ ഇത് വലിയൊരു ഇതാണ്. പെണ്ണുകാളിലിങ്ങനെ പിന്നെ പിന്നെ ഇപ്പൊ ഡ്രസ് മാറ്റി അവിടെ ആള് വരും. നോക്ക് പോയി നോക്ക്. ചുരിദാർ ഇട്ടോ പോലെ ഇങ്ങോട്ട് വാ. ഇതില് ശരിക്കും രസമുണ്ട് അല്ലേ? ചുരിദാറിനേക്കാൾ രസം. ചിലപ്പോ ഇതിട്ടാലും ചിലപ്പോ പറ്റും. ഞാൻ കാണാൻ നോക്കല്ല. ടാറ്റ എടുത്താ ഭയങ്കര രണ്ടാളും. ഞാൻ പോരാട്ടാ. ഇവിടെ നിങ്ങളോട് കറിയില്ല നാറി. ആ അവളിത് ഇവിടുന്ന് കരയണ്. എന്ത് പിന്നെ അത് വെയില് വരേ അവിടെ അവിടെ ഫ്രണ്ടിൽ അങ്ങോട്ട് അങ്ങോട്ട് അതെ ഡ്രസ് ഫോൺ അത് ഇട്ടുകാട് ഇറക്കിയത് അയച്ചൂല. ഞാൻ തന്നെ പെണ്ണ് കാണാൻ വരികയാണെന്ന് വിചാരിച്ചിട്ടാണ് കരഞ്ഞ് മെയ്യുന്ന ബർത്ത്ഡേ ഗിഫ്റ്റാ. നോക്കാം തോന്നാക്കാം. കരഞ്ഞാലെന്താ ഒന്ന് കരഞ്ഞാലെന്താ പ്ലാനിങ്. വല്യമാന്റെ പ്ലാനിങ് വലിയ പ്ലാനിട്ട് അതൊന്നും പറയില്ല. മുട്ടായി ചെറിയാള് നാടകത്തയാ പറയാളേ. പിന്നെ ഞാനാണ് പേടിച്ചായി. വെല്ലിമ്മയാണ് ഈ പ്ലാൻ ഇട്ടത് അല്ലേ? ശരിക്കും വിചാരിച്ചിക്കണേ എല്ലിമാരുടെ ഉമ്മീക്ക് അതാ പറഞ്ഞിരിക്കണതേ.
അപ്പൊ നിന്നോട് പറഞ്ഞു ഞാൻ ആകെ മാറ്റിട്ടാണ് പെണ്ണാണ് വരുന്നുണ്ട് ഇല്ലാണ്ടായി പോലെ ഹലോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പൊ നമ്മള് അപ്പൊ നമ്മളിപ്പോ ബീച്ച് പോവാണ്. ബീച്ച് ഇങ്ങോട്ട് വരുമോ? ബീച്ച് ഇങ്ങോട്ട് വരണുണ്ട്. വെല്ലിമ്മ ഫാൻസ് ആണ്. വെല്ലുമ്പോ വർക്കാണ്. നിങ്ങൾക്ക് അപ്പൊ ഗായ്സ് ബീച്ചിൽ പോവാൻ വേണ്ടിട്ടാണ് ഇങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ ഞാൻ ഇട്ടത്. വെല്ലിമ്മ ഒന്ന് നോക്കുവോ? ഇതങ്ങട്ട് നിങ്ങൾക്ക് ഫാൻസ് ആണ്. എന്താ പറയല്ലേ? നിങ്ങൾ എന്തായാലും പറയും. നിങ്ങൾക്ക് എന്താ പറയല്ലേ? എനിക്ക് പറയാനുള്ളത് നല്ല മഴയാണ്. മഴത്താണ് ഞങ്ങള് കേക്ക് കൊടുത്ത ബീച്ചിൽ പോണേ. അല്ല റമ്യ എവിടേക്കാണ് പോണത്? അപ്പൊ ഗായ്സ് ഞങ്ങളിപ്പോ ബീച്ചിൽ പോണ ക്യാൻസൽ ആക്കി ഞങ്ങളിപ്പോ മാളിക്ക് വന്നാണ്. അറിയില്ല ഗായ്സ് നമ്മളിപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറി. എന്താണ് ഓ നല്ല കുട്ടികൾ പോകുന്നു. അപ്പൊ എന്തടാ അപ്പൊ ഞമ്മക്ക് ഫുഡ് കഴിക്കാം. നിങ്ങൾക്ക് എന്താ പറയാനുള്ളേ? എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബർത്ത്ഡേ കഴിച്ചാലേ. ഉമ്മച്ചിക്ക് എന്താ പറയാനുള്ളേ? എന്തെങ്കിലൊക്കെ പറയേ. നമ്മൾ നോർമലായിട്ട് സംസാരിക്കുമ്പോ ഐസ്ക്രീം ഉണ്ട്, ഫലോദുണ്ട്, അതൊന്നും ഉമ്മാക്ക് പറ്റില്ല, തണുപ്പാണ്. ഉമ്മാക്ക് ചൂടുള്ളതാണ് പറഞ്ഞിട്ടേ. വെല്ലിമ്മ എന്താ ഒന്നും പറയാത്തേ? വെല്ലിമ്മ ആദ്യമായിട്ടാണ് മാളിക്ക് വരുന്നത്. ഇപ്പൊ പിന്നെ വേറൊരു വൈബാണ് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് സംസാരിക്കൂല ജി. എങ്ങനെയുണ്ട് ഫുഡ്? നോർമലി നടന്നു പോയാൽ അതാ തന്നെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഞങ്ങൾ ഇനി പർച്ചേസ് ചെയ്യാൻ പോവാണ് ഗൈസ്. നിങ്ങൾ പേടിച്ചാ ഇന്ന് കയറിയിട്ട്? കാല് കുടുങ്ങേണ്ടതാണ്. ഒന്നില്ല അതോ ഗ്രൗണ്ടിലോ? കല്യാണത്തിനാ യാ മോനെ. പിന്നെ ഒന്ന് തന്നെ നാളെ കളിയാക്കുക.
ഒന്നും അറിയില്ല ചുമ്മാ എല്ലാം അറിയുന്ന പോലെ ഇല്ലേ വർത്താനം പറയില്ല. മൈ ബൂക്കി അല്ലെങ്കിൽ ഇപ്പൊ ഈ സാധനം വാങ്ങിയിട്ട് ഇപ്പൊ എന്താ ചെയ്യാ? ഏയ് രസം ഇൻഷേഡ് ചെയ്തിട്ട് തരാം. കണ്ട ഒരു സാധനം അറിയില്ല, ഒന്നും അറിയില്ല. നിങ്ങൾ ഇവിടുത്തെ വർക്ക് ചെയ്യുന്നത് കള്ളം പറയില്ല നിങ്ങള്. ആണ് V1 പറഞ്ഞ് V1 പോയി. അത് ഗ്രൗണ്ടിലാണ് ഐബ്രോ ഉള്ളത്. ഓ പാവം ഞങ്ങള് നടന്ന് കോണിപ്പടി ഇറങ്ങും. എനിക്ക് ഇന്ന ചെയ്തിട്ടാ രസം, ഇന്ന ചെയ്തിട്ടാ രസം. മാഡം അതവനെ നിർത്താൻ മൊത്തത്തിലിട്ടാ. അത് നീ മറ്റോ നീ നിന്റെ ക്ലാസ്സിൽ അതെങ്ങനെ ഉണ്ടാക്കലറിയാം. ഗൈസ് നമ്മൾ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി. മൂഞ്ചി മൂഞ്ചി പൈസ എന്തെങ്കിലും വേണോ? ഒരു പെണ്ണിനെ കണ്ടു അവളുടെ സുന്ദരമാ. അപ്പോൾ ഗായ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്താണ് എനിക്കെന്താ എന്താണ് പറയ് ഹായ് ഹായ്. ഓക്കെ ബൈ ഗായ്സ്.